ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം തന്നെ നമുക്ക് കയ്പില്ലാത്തൊരു കയ്പങ്ങ കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പ് തേച്ച് വെച്ചിട്ടില്ല കയ്പങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കയ്പങ്ങ ഒന്ന് റോസ്റ്റായി ഫ്രൈ ആയി വരണം കേട്ടോ. അപ്പോൾ കയ്പങ്ങ ഇങ്ങനെ ഒരുവിധം കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് കോരി മാറ്റി വെക്കുക. ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉള്ളി ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി നമുക്ക് ഒരുവിധം കുക്കായി വരണം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കരിവേപ്പിനെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി നല്ല കുക്കായി വരുന്ന സമയത്ത് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല കയ്പക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കയ്പങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കയ്പങ്ങ കറി ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി പുളിവെള്ളം ഈ കയ്പക്കയും ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് അടച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു കയ്പില്ലാത്ത കയ്പങ്ങ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയാം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.